നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കേബിൾ ടി വി രംഗത്ത് കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നു. അവർ ഞങ്ങളുടെ ഈ ഒരു ഫാമിലിയിൽ ജോയിൻ ചെയ്ത് ഫാമിലിയോട് കൂടി നല്ല ഹെൽത്ത് റിസൾട്ട് എടുത്ത ആൾക്കാരാണ്. അവരുടെ റിസൾട്ട് ഒന്ന് കേൾക്കാം. എൻ്റെ പേര് മായാദേവി, വയസ്സ് 47. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പേക്ക് 72 കിലോ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് കുറച്ചിട്ട് 6 കിലോ വെയിറ്റ് കുറച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ശരീരത്തിന് ഭയങ്കര ക്ഷീണം, തളർച്ച. ഇപ്പോൾ ഞാനൊരു ആശാ വർക്കർ ആയതുകൊണ്ട് ഒരു വാർഡിലൊക്കെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ കിടപ്പായിരിക്കും. അപ്പോൾ എന്നോട് പറയുമോ എപ്പോഴും തളർച്ചയാണ്, ക്ഷീണമാണെന്ന് പറയും. എപ്പോഴും എല്ലാവരും കുറ്റം പറയായിരുന്നു. പിന്നെ എനിക്ക് അൾസർ, അസിഡിറ്റി അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടായി. പിന്നെ നീ പെയിൻ, ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി എൻ്റെ തെറ്റായ ഭക്ഷണ രീതിയൊക്കെ മാറ്റി നല്ല നോർമൽ ഈ പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ എല്ലാം മാറി. വെയിറ്റ് കുറച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇതെല്ലാം മാറി. ഇപ്പോൾ ഞാൻ ആരോഗ്യത്തോടു ഇരിക്കുന്നത്, സന്തോഷമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് റെജി, വയസ്സ് 54. ഞാൻ മൂവാറ്റുപുഴയാണ്. എൻ്റെ വൈഫ് കുറിച്ച് പ്രത്യേകം ഉണ്ണികൃഷ്ണൻ എൻ്റെ സ്റ്റാഫാണ്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് എനിക്ക് ഷുഗർ പ്രോബ്ലം ആയിരുന്നു ഏറ്റവും കൂടുതൽ. വരുമ്പോൾ വയറിങ്ങനെയല്ല, വേറെ വലിയ വയറായിട്ടോ 72 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ 68 കിലോ. പിന്നെ ഷുഗർ ഫാസ്റ്റിങ്ങിൽ 300ആയിരുന്നു. ഇപ്പോൾ അത് 150 ആയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ 1.5 മാസമായി ഇവരുടെ കൂടെ ട്രെയിനിങ് നടത്തുകയാണ്. എനിക്ക് നല്ല ഇതുണ്ട്, നല്ല ഉന്മേഷം. ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നല്ല നല്ല ചായകൾ കഴിക്കും, ആവശ്യമുള്ളതും ഇല്ലാത്തതും ഇടയ്ക്ക് കഴിക്കും. കഴിക്കണേലല്ല കാര്യം, പക്ഷേ ഭക്ഷണ രീതി മുഴുവൻ മിസ്റ്റേക്കായിരുന്നു. സമയത്തിന് കഴിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ജോലി തിരക്ക് നമുക്കറിയാം, കേബിൾ നെറ്റ്വർക്ക്. അപ്പോൾ ഒരാളുടെ പണി തന്ന് അത് തീർത്തിട്ട് ഭക്ഷണത്തിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ ടൈമിങ് എല്ലാം നമ്മളൊന്ന് കറക്റ്റാക്കി കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് ഒരുപാട് നല്ല നല്ല റിസൾട്ടുകൾ വരാൻ തുടങ്ങി. അപ്പോൾ 4 കിലോ വെയിറ്റ് ലോസ് ചെയ്തു. അതിനേക്കാൾ കൂടുതൽ ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ടാണ് ഈ ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ. ഇവരുടെ വീട്ടിൽ ഞങ്ങളോടൊപ്പം പ്രോഗ്രാം ചെയ്യുന്ന ഇവരുടെ മകനുണ്ട്, മകളുണ്ട്, ഇവരുടെ 2 അമ്മമാരുണ്ട്. അങ്ങനെ ഒരു ഫാമിലി മുഴുവൻ ഹെൽത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന ഒരു ഫാമിലി ആയിട്ട് മാറും. അതാണ് ഇവരുടെ ഫാമിലിയിലുണ്ടായത്. നല്ല ക്ലാപ്പുറത്തി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പിള്ളേർക്ക് കൊടുക്കണം, എന്തെല്ലാം പാചകം ചെയ്ത് കൊടുക്കണം. ഞാനൊരു 45 വയസ്സിലാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വന്നത്. എൻ്റെ കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കണം ഒന്നും എനിക്കൊരു അറിവില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു എന്തൊക്കെ കഴിക്കുന്നത്, വെള്ളം തോറും കുടിക്കണം എന്നറിയില്ലായിരുന്നു. എന്തൊക്കെ ഭക്ഷണം വെറുതെ എന്തെങ്കിലും കിട്ടുന്നത് പാചകം ചെയ്ത് കഴിക്കുന്നത് കഴിക്കണം. ഇപ്പം ഞാൻ കറക്റ്റായിട്ട് എല്ലാം പ്രോട്ടീനാണ്. രാവിലെ എൻ്റെ കൊച്ചുങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടണ്ടോ എല്ലാം നോക്കിയാണ് നമ്മളെല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റായി പോകാൻ ഇതിലേക്ക് വന്നിട്ടുണ്ട്. എനിക്കറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാ ഇതിലും വന്നിട്ടാണ് എനിക്ക് എല്ലാം അറിയാൻ പറ്റുന്നത്. വലിയ സന്തോഷമാണ് ഇതിനെ കുറിച്ച്. നിസാറും കൃഷ്ണപ്രിയക്ക് ഞാൻ പ്രത്യേകം മൈക്ക് പറഞ്ഞാലല്ലേ കേക്ക് വന്നത്. മൈക്ക് പറയണം. അതിനാ മൈക്ക് അവർ തന്നേക്കുന്നത്. എൻ്റെ പേര് സിന്ധു അനീഷ്. എനിക്ക് വയസ്സ് 47. മൂവാറ്റുപുഴ അന്ന് വരുന്നു. കടാതിയിലാണ് വീട്. ഞാനിപ്പോൾ 1.5 മാസമായുള്ളൂ ഈ പ്രോഗ്രാമിൽ കൂടിയിട്ട്. അതിനു മുമ്പ് എനിക്ക് ഷുഗർ ഹൈ ആണ്, കൊളസ്ട്രോള് ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാനത് ഇടയ്ക്ക് നിർത്തി. എനിക്കൊരു നെഞ്ചുവേദനയും പുറം വേദനയും വന്നിട്ട് ആശുപത്രി പോയി ഒരു 40,000 രൂപ മുടക്കി. ആ വർഷം പിറ്റേ വർഷമായപ്പോഴത്തേക്കും പിന്നെ ഇതുപോലെ ഇങ്ങനെ അസുഖങ്ങൾ വന്നു തുടങ്ങി. ഒരു 10:30 മണിയാകുമ്പോൾ എനിക്ക് കിടക്കണം. അപ്പോൾ വീട്ടിൽ നമുക്ക് പണികളൊക്കെ ചെയ്യാതെ നമുക്ക് എന്തായാലും വർക്ക് ചെയ്യണതാണ്. ഹൗസ് വൈഫാണ്, പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാൻ നോക്കും. പിന്നെ എല്ലാവരോടും എനിക്ക് ദേഷ്യം. അന്നേരം നമുക്ക് പറ്റില്ലാണ്ട് നമ്മളിങ്ങനെ പണി ചെയ്തുകൊണ്ട് കിടക്കുവാണല്ലോ. അന്നേരം പിന്നെ എനിക്ക് എപ്പോഴും കിടപ്പ് ഉച്ച നന്നായി വഴക്ക് പറയുന്നവരില്ലേ വീട്ടില്? കാര്യത്തിനും വഴക്ക് പറയും, കാര്യമില്ലാണ്ട് വഴക്ക് പറയില്ലേ? ഇവരെന്നും മക്കളെ വഴക്ക് പറയും. അപ്പൊ മക്കൾ ഇവരോട് ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ വഴക്ക് പറഞ്ഞതെന്ന് ഇവർ തിരിച്ചു ചോദിക്കും. റീസൺ എന്തായിരുന്നു? ഇവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് അവരങ്ങനെ പറയുന്നത്. എന്നും തലവേദനയാണ്, അങ്ങനെ ഇങ്ങനെ അസുഖം എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് പറയും അന്ന് നമുക്ക് ആശുപത്രിയിൽ ഒരു റൂം ബുക്ക് ചെയ്യാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് എന്നോട് പറയും. എന്നിട്ട് അവിടെ പോയി കിടക്കാം. അന്നേരം ഞാൻ പറയും അങ്ങനെ എന്നും പോയി കിടക്കാൻ പറ്റും, ഇവിടെ കാര്യങ്ങൾ നോക്കണേ ആരാ എന്നൊക്കെ ഞാൻ ചോദിക്കും. പിന്നെ എൻ്റെ കോച്ച് എന്നെ സ്പോൺസർ ചെയ്ത് മായാറിൻ്റെ ആശാ വർക്കർ എന്നെ 1 വർഷമായിട്ട് വിളിക്കുന്നുണ്ട്. നീ ഒന്ന് വന്ന് ഇവിടെ നിനക്ക് പറ്റണില്ല, നീ വല്ലാണ്ടാ നടക്കണേന്ന് എൻ്റെ അടുത്ത് പറയണ്ടേ. എനിക്ക് വയറൊക്കെ ഭയങ്കര വയറായിരുന്നു. ഒരു ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടാൻ പറ്റില്ല. നമ്മൾ കടയിൽ പോയി കണ്ടു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മളിട്ട് നോക്കുമ്പോൾ നമുക്കത് വയറിൻ്റെ ഭാഗം ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാനത് എടുക്കില്ല. അതൊക്കെ എനിക്കപ്പം നമുക്കൊരു വിഷമമാണ്. എല്ലാവരും നമ്മുടെ ഒരു കളിയാക്കലാണ്, പൊക്കവും കുറവാണ്, അപ്പം ബോൾ കൊണ്ടുപോകണ മാതിരിയാണ് നമ്മൾ നടക്കുമ്പോൾ. അങ്ങനെയുള്ള തോന്നൽ ആൾക്കാരെല്ലാം പറയില്ല. ഞാൻ എന്നിട്ട് 1.5 മാസമായിട്ട് ഇപ്പം ഇവിടെ വന്ന് 7 കിലോ വെയിറ്റ് കുറഞ്ഞു. ഞാൻ 1.5 മാസമായിട്ട്
ദിവസം കഴിഞ്ഞ് ഞാൻ ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 7 റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ 6 മാസം ആരോഗ്യത്തിൽ വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതെനിക്ക് നല്ല വ്യത്യാസം വന്നു. ഷുഗർ എനിക്ക് അത് 6.4 12 ദിവസം കൊണ്ട് കുറഞ്ഞു. ചെക്ക് ഇതിൽ ചെയ്തു. പറഞ്ഞ അളവ് 6.4 ഉദ്ദേശിക്കുന്ന HbA1c ആട്ടോ. 3 മാസത്തെ ആവറേജ് ഷുഗർ ലെവലാണ് HbA1c എന്ന് പറയുക. അത് 5.7 മുകളിൽ വന്നാൽ നമ്മൾ ഷുഗർ പേഷ്യൻ്റ് ആണ്. ഗുളിക കഴിക്കണ്ടായിരുന്നു. 2 കൂട്ടം ഗുളിക രാത്രി രാവിലെ. അത് ഹൈ ഡോസിലുള്ള ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ശരിക്കും ഷുഗർ കുറഞ്ഞു പോകണ്ട്. നമുക്കത് അറിയാം. നമ്മൾ രാവിലെയൊക്കെ വായിൽ വെള്ളമൊക്കെ പറ്റിപ്പോയൊക്കെ ഞാൻ വീട്ടിൽ നോക്കും. ഇങ്ങനെ വിഷമം വരുമ്പോൾ നോക്കുമ്പോൾ ഷുഗർ എന്നും എനിക്ക് 100 താഴെ അങ്ങനെ വന്നെ. പിന്നെ ഇപ്പോൾ കൊളസ്ട്രോൾ എനിക്ക് കുറഞ്ഞു. കൊളസ്ട്രോളൊക്കെ ഹൈ ആയിട്ട് നിൽക്കണമായിരുന്നു. 150 വന്നതിനുവേണ്ടി 250 ഉണ്ടായിരുന്നു. എനിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇവിടെ വരും. ഇപ്പം അത് 200 താഴെ 150 ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്ഷീണങ്ങളെ കുറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പം ഇതിന് വന്നില്ലെങ്കിൽ പ്രോഗ്രാമൊന്നും വന്നില്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഞാനിങ്ങനെ ടയേർഡായിട്ട് വീട്ടിൽ കിടപ്പായിരിക്കും. ഉച്ചയ്ക്കൊക്കെ 1 മണിക്കൊക്കെ കയറി എല്ലാവർക്കും ഒന്ന് ഭക്ഷണം കൊടുത്ത പാത്രമൊക്കെ ഒന്ന് കഴുകിയൊക്കെ വയ്ക്കണ്ടേ നമുക്ക് വീട്ടമ്മമാർക്ക്. അതിനൊന്നും എനിക്ക് സമയമില്ല. ഞാനപ്പോൾ കിടന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ എഴുന്നേറ്റ് ചെയ്യാൻ പോകും. എന്നിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു 5 മണി ആവാതെ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. എല്ലാവർക്കും അതുകൊണ്ട് വീട്ടിൽ സന്തോഷമുണ്ട്. JCBയുടെ വർക്ക്ഷോപ്പാണ് വാഴപ്പള്ളിയിൽ, മൂവാറ്റുപുഴ വാഴപ്പള്ളിയിൽ. ഹസ്ബൻഡാണ് എന്നെ ഇന്ന് കൊണ്ടുവന്ന് വിടണതും അത് സഹായങ്ങളൊക്കെ എല്ലാം ചെയ്തു തരും. നല്ല സപ്പോർട്ടാണ് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ അവസ്ഥ എന്നെ മാറി. അവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഒരാളുടെ റിസൾട്ട് കൂടി